ഹായ്, നമസ്കാരം, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടാകാം. മേ ബി നിങ്ങളതായിട്ടൊരു സംസാരവും കാര്യങ്ങളുണ്ടെങ്കിലും പണ്ടത്തെ ഒരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. പൂർണ്ണമായിട്ടും ആ വ്യക്തി എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ എനർജീസുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഒരു കാര്യങ്ങളും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫുമായിട്ട് റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തത കിട്ടി, ആ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ആയെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതല്ല. അത് അനാവശ്യമായിട്ട് നിങ്ങളത് റെസൊനേറ്റ് ചെയ്ത് നോക്കാതിരിക്കുക. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, സ്റ്റിൽ നിങ്ങളൊരു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ, വരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ വ്യക്തികൾക്കും അതൊരു ഫീമെയിലിനെ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടിവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുപാട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ. നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ഈ ഒരു പേഴ്സണെ കണക്കാക്കാൻ പറ്റുന്നത് ഇവിടെ. ഒരുപാട് ടൈം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ഈ വ്യക്തിയായിട്ടാണ്. അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരുപാട് മൊമെൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായാലും വലുതായാലും അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് വിനോദം ലഭിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. എവിടെയോ ഒരു ബ്ലോക്കേജസ് വന്ന പോലെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ ഷോർട്ട് ടേം ആയിട്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവുക. അത് ആ ഒരു കുറച്ച് ഷോർട്ട് ടേം ആണെങ്കിൽ കൂടി ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന്. ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കെയർ ആൻഡ് കൺസേൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ബന്ധം എവിടെയോ ഒരു സ്റ്റക്കിങ് എനർജിയിൽ നിന്ന് പോയതായിട്ടാണ് കാണുന്നത്. അതിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഏജ് ഫാക്ടർ അല്ല, പക്ഷെ നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ജേണിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് സാഹചര്യങ്ങളെ ഫേസ് ചെയ്തതിന് ശേഷമാണ് അനുഭവിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കൂടുതലുമായിട്ടും നിങ്ങൾക്ക് സംഘർഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് നിങ്ങൾ ഈ പേഴ്സണെ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയ ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു ഡിലേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച് ഒരു എടുത്തു ചാടിക്കൊണ്ടുള്ള, നിങ്ങളോ ആ വ്യക്തിയോ എടുത്തു ചാടിക്കൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കാം. എന്തോ ഒരു ഇമ്മച്യൂരിറ്റി പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തി അവരുടേതായ ഒരു ഡ്രീംസ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടേതായ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് വന്നു തുടങ്ങിയതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി അവരുടെ ജോലിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം, നീങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ലൈഫായിട്ട് അവർക്ക് പുതിയ അവരുടെ ഒരു ഗോളായിരിക്കാം, അവരുടെ പാഷൻ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജോബ് വൈസ് അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അവർ നീങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. എന്തോ ഒരു ലാഗിങ് രണ്ട് വ്യക്തികൾ കൂടെ ഫീലായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തിയുടെ ഒരു ആബ്സെൻസ്, നിങ്ങളുടെ ഒരു ആബ്സെൻസ് ആ വ്യക്തിക്കും, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ആബ്സെൻസ് നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ വിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരം കുറച്ചതിൻ്റെ പേരിൽ, കോണ്ടാക്റ്റ് കുറച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ
ഇമ്മച്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അന്നൊരു ശരിയായൊരു രീതിയിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒക്കെ ഓക്കെ ആകുമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു യൂണിവേഴ്സൽ അഡ്വൈസ് ആയിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിസിഷൻ ആയിരുന്നു ഇതെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതോ ഒരു കർമ്മ സൈക്കിൾ നിങ്ങൾ എൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫിലേക്ക് ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ചാപ്റ്റർ നടന്നിരിക്കുന്നത്. അത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ കുറ്റപ്പെടുത്തി നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തി നിൽക്കുന്നുണ്ടാകാം. അതിൻ്റെ ആവശ്യം ഇവിടെ കാണുന്നില്ല. കാരണം ഇതൊരു യൂണിവേഴ്സിൻ്റെ ഒരു അഡ്വൈസ് ആയിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത്. ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫുൾ കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്, യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ള കാർഡാണ്. ആ വ്യക്തി കുറച്ച് വൈകിയാണെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി വരുമ്പോൾ ആ ഒരു റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആങ്സൈറ്റിയും ഫിയറൊക്കെ മൈൻഡിലുണ്ടാകാം. പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അവബോധത്തെ എന്താണോ നിങ്ങളുടെ അവബോധം പറയുന്നത് അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഡിസിഷൻ ആയിരുന്നു ഈ ഒരു ടൈമിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് വരണം എന്നുള്ളത്. അത് ആരുടെയും കുറ്റം കൊണ്ടല്ല. ആ ഒരു ടൈം നിങ്ങൾക്ക് മേ ബി ഈ ഒരു ഡിസിഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളൊരു വ്യക്തത ഇല്ലായ്ക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഒരുപാട് മെച്യൂർഡ് അല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സ്. അപ്പോൾ അതിനുശേഷം ഈ രണ്ട് വ്യക്തികൾക്ക് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വ്യക്തി എത്രത്തോളം വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വാല്യൂഡ് ആണ് എന്നൊരു ലെസൺ ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യൂണിവേഴ്സ് ഇത് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്ങിനോട് കൂടി ഒരുപാട് ഇന്നൊസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്നൊസെൻ്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ആ ഒരു ഇത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ഫാസ്റ്റായിട്ടൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ആ വ്യക്തി വരുമ്പോൾ സ്ലോലി അത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊരു വ്യക്തത ആയതിനു ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.